ഹലോ ഫ്രണ്ട്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺജുഗേഷൻ ആണ്. അതായത് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കോൺജുഗേഷൻ. അതായത് ഹാബൻ സൈൻ, ഹാബൻ്റെയും സൈൻ്റെ. ഹാബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ് എന്നാണ്, സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി എന്നാണ്. അപ്പം ഇത് രണ്ടും നമ്മൾ ആദ്യം തന്നെ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കോൺജുഗേഷൻ നമ്മൾ എപ്പോഴും സെൻറ്റൻസ് മേക്കിങ്ങിൽ അത്യാവശ്യമാണ്. ഒരു സെൻറ്റൻസ് മേക്കിങ്ങിൽ സെക്കൻഡ് പൊസിഷനിൽ വെർബാണ് വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ വെർബിൽ എപ്പോഴും നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പം സബ്ജക്റ്റിനനുസരിച്ച് വെർബ് കോൺജുഗേറ്റ് ചെയ്താണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മളിത് പഠിച്ചിരിക്കണം. ബൈ ഹാർട്ട് ചെയ്ത് വേണം വെക്കാൻ. ഓരോ ടിപ്പ് ഉണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ ഇത് കറക്റ്റ് രീതി മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഹാബൻ്റെ കോൺജുഗേഷൻ നോക്കാം. ഹാബൻ എന്ന് പറഞ്ഞാൽ ടു ഹാവ് എന്നാണ്. അപ്പം ഇഷ്, ടു, എർസിയർ, വിയർ, ഹിയർ, സി സി, ഇങ്ങനെ ഈ 3, 4, 5, 6 എണ്ണായിട്ട് 5, 6 എണ്ണായിട്ടാണ് നമ്മൾ കോൺജുഗേഷൻ ഫോമിൽ എഴുതുന്നത്. അതായത് ഓരോ പേഴ്സണും വരുമ്പോഴും എങ്ങനെ എഴുതണമെന്നാണ് ഇവിടെ കോൺജുഗേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇഷ് എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പം ഓരോ പേഴ്സണൽ പ്രൊണൗണിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ ഉള്ളൂ നമുക്കതനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇഷ് എന്ന് പറഞ്ഞ് എഴുതുമ്പം അതിനെ ഹാബൻ എന്നുള്ള വെർബിനെ നമ്മൾ ഹാബെ എന്ന് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യും. അതായത് വെർബ് സ്റ്റാം മാത്രമേ നമ്മൾ വെക്കത്തുള്ളൂ. ബാക്കി ആമന്റെ വരുന്നത് എൻഡിൽ വരുന്ന 2 EN എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും. അങ്ങനെയാണ് നമ്മൾ എല്ലാ വെർബും നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നത്. ഒരു ഫുൾ വെർബ് എന്ന് പറഞ്ഞാൽ ഹാബൻ എന്ന് എഴുതിയിരിക്കുന്നതാണ് ഫുൾ വെർബ്. വെർബ് സ്റ്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HAB അത്രയും വരുന്നത്, അവസാനത്തെ 2 അക്ഷരം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ബാക്കിയുള്ളതാണ് വെർബ് സ്റ്റാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെർബ് സ്റ്റാം വരെ എഴുതിയിട്ട് നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ആമൻ്റെയിൽ നമ്മൾ അക്ഷരങ്ങൾ ഇ അല്ലെങ്കിൽ ST അല്ലെ TEN ഇങ്ങനെ ആ ബോക്സിൽ കിടക്കുന്ന പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നത്, കോൺജുഗേഷൻ ആവുന്നത്. അപ്പം അത് ഓരോ സബ്ജക്റ്റ് വെച്ച് എങ്ങനെ ആകും നോക്കാം. അപ്പം ഇഷിന് ഹാബെ, ദു, ഹാസ്റ്റ്, അതായത് ഹാബ്സ്റ്റ് എന്ന് വരത്തില്ല. അപ്പം അത് തെറ്റായിട്ട് വരും. അതുകൊണ്ട് ST എന്നാണ് ചേർക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് RCS എന്ന് വെച്ചാൽ ഹി, ഷീ, ഇറ്റ്. ഇത് 3 എണ്ണം വരുവാണെങ്കിൽ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോഴത്തേന് ഹാറ്റ് എന്നേ വരുള്ളൂ. T ആണ് ആഡ് ചെയ്യുന്നത്. അടുത്തത് വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി. ഹാബൻ അത് ഫുൾ ഫോമിലേ വരത്തുള്ളൂ. അടുത്തത് ഇയർ, നിങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് അവിടെ ഹാബ് എന്ന് വന്നിട്ട് T ആണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. CC അതായത് 2 ഫോർമലായിട്ട് താങ്കൾക്ക്, അവർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഫോർമലായിട്ട് നമ്മൾ പറയുമ്പോഴത്തേനും നമ്മൾ ഹാബൻ ഫുൾ ഫോമിലാണ് അവിടെ എഴുതുന്നത്. അവസാനം EN ആണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ സൈൻ്റെ വെർബും വരുന്നത്. സൈൻ്റെ വരുന്നത് ഇഷ് ബിൻ, ദു ബിസ്റ്റ്, എർസിയസ് ഈസ്റ്റ്, വിയർ സിൻഡ്, ഇയർ സൈദ്. കണ്ടോ, സൈദാണ് I സൈദ്, CC സിന്ത്. ഓക്കെ, എപ്പോഴും കോൺജുഗേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വിയറും CCയും സെയിം തന്നെ ആയിരിക്കും കോൺജുഗേഷൻ വരുന്നത്. ബാക്കിയൊക്കെയാണ് വ്യത്യാസം വരുന്നത്. വെർബ് സ്റ്റാം അതുപോലെ എഴുതിയിട്ട് അവസാനത്തെ 2 അക്ഷരം ചേഞ്ച് ചെയ്തിട്ട് അതിന് പകരം നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നടുക്ക് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ മാറ്റം വരും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ കോൺജുഗേഷൻ ചെയ്യുമ്പോഴും വെർബ് സ്റ്റാം വരെ എഴുതിയിട്ട് അവസാനം സബ്ജക്റ്റിനനുസരിച്ച് ആ ബോക്സിലുള്ളത് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ കോൺജുഗേഷൻ കറക്റ്റ് ആകും. അതൊരു ടിപ്പാണ്, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഇഷിൻ്റെ അവിടെ ഏത് വെർബ് സ്റ്റാമും എഴുതി കഴിഞ്ഞ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇഷിൻ്റെ കോൺജുഗേഷൻ ആവും. ഇപ്പം ഫോർ എക്സാമ്പിൾ കൗഫൻ എടുക്കുവാണെങ്കിൽ കൗഫൻ ഇഷ് വെച്ച് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കൗഫ് എന്ന് നമ്മൾ വെർബ് സ്റ്റാമ്പ് എടുത്തിട്ട് EN കട്ട് ചെയ്ത് കളയുമ്പോൾ അവസാനം നമ്മൾ ആ EN പകരം നമ്മൾ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഇഷിന്റെ കോഞ്ചുഗേഷൻ ആവും, കൗഫെ എന്നാവും. അപ്പൊ ദൂവിന്റെ ഫോമിൽ എങ്ങനെ എഴുതും? ദൂ ഫോമിൽ കൗഫൻ വെർബ് എങ്ങനെ എഴുതും? കൗഫ്റ്റ്, അതായത് കൗഫ് എന്ന വെർബ സ്റ്റാം എഴുതിയിട്ട് അവസാനത്തെ ഇൻ കളഞ്ഞിട്ട് എസ് ആഡ് ചെയ്യും. അപ്പം കൗഫ്റ്റ്, ദൂ ഫോമിൽ കൗഫ്റ്റ് എന്നാവും. എർസിയസിലാണെങ്കിലോ ടി ആഡ് ചെയ്ത് കൊടുക്കണം. കൗഫ്റ്റ്, കൗഫ് എന്നുള്ള വെർബ സ്റ്റാം എഴുതിയിട്ട് അത് കഴിഞ്ഞ് ഇയും കട്ട് ചെയ്തിട്ട് അവിടെ വെറും ടി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം കൗഫ്റ്റ്, എർസിയസ് കൗഫ്റ്റ്. വിയർ എന്നാ ഫുൾ ഫോമിലേ വരത്തുള്ളൂ. വിയർ കൗഫൻ, ഇൻ കൗഫൻ. അടുത്തത് ഇയർ ആണെങ്കിൽ കൗഫ്റ്റ്, വീണ്ടും കൗഫ്റ്റ്, അതായത് ടി മാത്രമേ വരത്തുള്ളൂ. വെർബ സ്റ്റാം എഴുതിയിട്ട് ടി വരും. അപ്പം KAUFT എന്ന് വരും. CC എന്നാണ്? ഫുൾ വെർബ് തന്നെയാണ്, കൗഫൻ. അപ്പം വിയറും സിസിയും കൗഫൻ തന്നെ വരും. പിന്നെ ചില കേസിൽ മാത്രം SCSും ഇയറും കൗഫ്റ്റ് എന്ന് തന്നെ വരും. സെയിം വെർബ് തന്നെ വരും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.